വെൽക്കം ടു മല്ലു ക്യൂളർ. എന്തൊക്കെയായിരുന്നു റെമോണ്ടാടാ തേങ്ങ മാങ്ങ ഒന്നും നടന്നില്ല. നമ്മൾ മാച്ചിലേക്ക് വരുന്ന സമയത്ത് 2 ഗോളിൻ്റെ ലീഡ് അവർക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. നമ്മൾ 3 ഗോൾ തിരിച്ചടിച്ച് റെമോണ്ടാഡ് അടിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പണി പാളുകയാണ് ചെയ്തത്. നമ്മൾ ഇറക്കിയ സ്റ്റാർട്ടിംഗ് 11 നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റാർട്ടിംഗ് 11 തന്നെ ആയിരുന്നു. നല്ല ബ്രേവ് ആയിട്ടുള്ള ചേഞ്ചസ് ഫ്ലിക്കിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ ആരൊക്കെയാണ് കളിക്കുന്നത്? സെൻട്രൽ ബാക്ക് ആയിട്ട് എറിക്കും മാർട്ടിനോ കളിക്കുന്ന ഒരു ബ്രേവ് ചേഞ്ച് ആണ്. റൈറ്റ് ബാക്ക് ആയിട്ട് കൂണ്ടെ ആൻഡ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് സ്വാഭാവികമായിട്ടും അവിടെ നമ്മളെ ജോ ക്യാൻസലോ മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു ബ്രേവ് ചേഞ്ച് കാണുന്നുണ്ട്. മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗാവി പെഡ്രി പിവട്ടാണ്. നമ്മളത് പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ ഒന്നെങ്കിൽ പെഡ്രി ഫ്രങ്കി പിവട്ട്, അല്ലെങ്കിൽ ട്രെയിനിങ്ങിൽ ഫ്ലിക്ക് പരീക്ഷിച്ചതായിട്ട് നമ്മൾ കേട്ടത് പെഡ്രി എറിക് പിവട്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ രൂപത്തിലാണ് നമ്മൾ ഗാവിനെ ഒരു മാച്ചിൽ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ സ്റ്റാർട്ടറായിട്ട് വന്നു. നമ്പർ 10 ആയിട്ട് അവിടെ ഉള്ളത് ഓൾമയാണ്. ലെഫ്റ്റിൽ അവിടെ ഉള്ളത് നമ്മുടെ ഫെർമിനാണ്. സ്ട്രൈക്കറായിട്ട് ഫെറാനാണ്. ലെവനെ കളിപ്പിക്കുന്നില്ല. റൈറ്റിൽ യമാലാണ്. അപ്പം ഇത് പെർഫെക്റ്റ് ആയിട്ട് ഫസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ മാച്ച് തുടങ്ങി 30-ാം സെക്കൻഡിൽ തന്നെ ഫസ്റ്റ് ഷോട്ട് അടിക്കുന്നുണ്ട്. യമാലിൻ്റെ ഷോട്ട് മോസം സേവ് ചെയ്യുന്നു. അങ്ങനെ അത്ലറ്റിക്കോനെ വിറപ്പിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയൊരു മാച്ചാണ്. ശരിക്കും വിറപ്പിച്ചുകൊണ്ട് തുടങ്ങിയൊരു മാച്ചാണ്. 10-20 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ 2 ഗോൾ അടിച്ചു. ഈ ഒരു ടൈനെ 2-2 കൊണ്ടെത്തിച്ചു. അപ്പോഴാണ് നമ്മുടെ യഥാർത്ഥ വീക്ക്നെസ്സുകൾ കൃത്യമായിട്ട് അത്ലറ്റിക്കോ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അവിടെ പണിവാളി. ഇപ്പോൾ അവർ ലുക്മാൻ അടിച്ച് ഗോൾ നോക്കുക. നമ്മൾ ഹൈലൈൻ അവർക്ക് കൊടുത്ത സ്പേസ് അവർ വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്തു. സൂപ്പർ റണ്ണ് ലോറൻറ്റേൻ്റെ സൈഡിൽ നിന്ന്, കിടിലം പാസ് ഗ്രീസ്മാൻ്റെ സൈഡിൽ നിന്ന്. അടിപൊളി റണ്ണാണ് ലുക്മാൻ നടത്തുന്നത്. ലുക്മാനൊന്നും പിടിച്ചാൽ കിട്ടൂല. ലുക്മാനൊക്കെ എന്നാലും ഒരു പേടി സ്വപ്നമായിട്ട് മാറി എന്നുള്ളതാണ്. ലുക്മാൻ എന്തൊരു ഡേഞ്ചറസ് പ്ലെയറാണ്. നമ്മളൊക്കെ ടീമിൽ കൊടുന്ന് നിർത്തേണ്ട പോലത്തെ പ്ലെയറാണ്. ബാർസ പോലത്തെ ഒരു ടീമിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരു പ്ലെയറാണ് ലുക്മാനെ പോലത്തെ ഒരാൾ. എന്തൊരു ത്രെറ്റാണ് ആ പ്ലെയർ തരുന്നത്. ഫിസിക്കലി പിടിച്ചാൽ കിട്ടുന്നില്ല, പേസ് കൊണ്ട് പിടിച്ചാൽ കിട്ടുന്നില്ല. ഓരോ തവണ ബോൾ കാലിലേക്ക് എത്തുമ്പോഴും ഇവൻ്റെ മൂവ്മെൻറ്റ് ഭയങ്കര പ്രോമിസിങ്. അത് ഡിഫൻസിന് കൊടുക്കുന്ന ത്രെറ്റ് ഭയങ്കര വലുത്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ലുക്മാൻ കൊടുത്തത്. കിഡിലും ഗോൾ അടിച്ചു. മാച്ചിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഗോൾ, അവരെ സെമി ഫൈനലിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഗോൾ ലുക്മാൻ അടിച്ചത്. വാട്ട് എ പ്ലെയർ, ഒന്നും പറയാനില്ല. കിഡിലും പെർഫോമൻസ് ആണ് ആ ചെങ്ങായി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മാച്ച് 3-2 എത്തി. 2-2 നിന്ന് 3-2 എത്തി. പിന്നെ നമുക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൻ്റെ 45 മിനിറ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ടൈം ഉണ്ടായിരുന്നു. എന്നിട്ടും നമുക്കൊരു ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഫസ്റ്റ് ഹാഫിൽ എത്ര ചാൻസ് നമ്മൾ മിസ് ചെയ്തു. ഫെറാൻ ഒരു ഗോള് അസിസ്റ്റ് കൊടുത്ത് ഒരു ഗോൾ അടിച്ചു. ഓക്കെ, എത്ര ചാൻസ് മിസ് ചെയ്തു? എത്ര ക്ലോസ് 1v1 ചാൻസ് മിസ് ചെയ്തു? ഓൾമ എത്ര ചാൻസ് മിസ് ചെയ്തു? ഫെർമിനെ ഇഞ്ചുറിക്ക് നയിച്ച ആ ഒരു ബോൾ ഉണ്ടല്ലോ, ആ ബോൾ ഫസ്റ്റ് ശരിക്കും ഫെർമിക്ക് ഗോൾ അടിക്കാനുള്ള ഒരു ചാൻസാണ്. ആ ചാൻസ് അവിടെ മിസ് ചെയ്തു. അങ്ങനെ നമ്മൾ മത്സരിച്ച് ചാൻസ് മിസ് ചെയ്തു. അറാഹു ഒരു ചാൻസ് മിസ് ചെയ്തു. പിന്നെ യമാല് കിഡിലും പെർഫോമൻസ് ആണ് കൊടുത്തത്, ഒന്നും പറയാനില്ല. പക്ഷെ പല സമയത്തും യമാലിന് പാസ് കൊടുക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടാവുന്ന 1-2 ബിഗ് ചാൻസസ് അവിടെ പോയിട്ടുണ്ട്, ഉള്ള കാര്യം പറയാലോ. അപ്പം അങ്ങനെ നമുക്ക് ജയിക്കാൻ പറ്റുന്ന മാച്ചായിരുന്നു. നമ്മളിങ്ങനെ തോറ്റു വരേണ്ട ഒരു മാച്ചൊന്നും ആയിരുന്നില്ല. നമുക്ക് കിട്ടിയ ചാൻസസ് വെച്ചിട്ട് നമുക്ക് ജയിക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. പക്ഷേ നമ്മൾ ചാൻസസ് കൺവേർട്ട് ചെയ്തില്ല. പോരാത്തതിന് നമ്മുടെ ഡിഫൻസ് വൺസ് അഗെയിൻ ആ ഒരു ഹൈലൈൻ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന സിറ്റുവേഷനും കണ്ടു. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത്, സെക്കൻഡ് ഹാഫിലാണ് ശരിക്കും അത്ലറ്റിക്കോ മാച്ചിൽ കുറേയൊക്കെ ഗ്രിപ്പ് എടുക്കുന്നത്. അവർ സ്കോർ ചെയ്തില്ലെങ്കിൽ പോലും കളിൻ്റെ കൺട്രോൾ അവരുടെ അടുത്തായിരുന്നു. അവർ 4 ആളൊന്നുമല്ല, 5-6 ആൾ ഡിഫൻസിലേക്ക് ഇറങ്ങി നിന്ന് വളരെ കോമ്പാക്റ്റ് ആയിട്ട് നിന്നു. ആൻഡ് കൗണ്ടർ അറ്റാക്ക് നടത്തുന്ന സമയത്ത് ലോറൻറ്റെ ആണെങ്കിലും ഗ്രീസ്മാൻ ആണെങ്കിലും അൽവാരസ് ആണെങ്കിലും ലുക്മാൻ ആണെങ്കിലും മൊളീനെ ആണെങ്കിലും റുഗേരിയ ആണെങ്കിലും ആരാണെങ്കിലും വളരെ വൃത്തിക്കാണ് അവർ കൗണ്ടർ അറ്റാക്ക് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗ്രേറ്റ് ടീം, അങ്ങനെ തന്നെ പറയണമല്ലോ, ഗ്രേറ്റ് ടീം. ഓക്കെ, പിന്നെ ബയേന ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ബയേന നല്ല ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നതായിട്ട് കണ്ടു. സോർലോത്ത് വന്നിട്ട് സോർലോത്ത് അവർക്കൊരു റെഡ് കാർഡ് മേടിച്ചു കൊടുത്തു. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആ റെഡ് കാർഡ് ഇൻസിഡൻറ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, സോർലോത്ത് പോകുന്ന ആ ഇൻസിഡൻറ്റ് വരുന്നത് പെഡ്രിൻ്റെ അടുത്ത് നിന്നുള്ളൊരു മിസ് എന്നാണ്. പെഡ്രിക്ക് ഇന്നലെ ഭയങ്കര ഡൗൺ ആയിരുന്നു, വേറെ കാര്യം. പെഡ്രിൻ്റെ അടുത്ത് നിന്നുള്ളൊരു മിസ് എന്നാണ് ആ ബോൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരുന്നത്. പിന്നീട് സോർലോത്ത് ബോളിന് വേണ്ടി റൺ ചെയ്യുന്നു, ആ പാസിന് വേണ്ടിയിട്ട്. അതിനെ തടയാൻ വേണ്ടിയിട്ട് പോകുന്നത്
എറിക്കാണ്. എറിക്ക് പ്ലെയറെ ടച്ച് ചെയ്യുന്നു, പ്ലെയർ വീഴുന്നു, റെഡ് കാർഡ് കൊടുക്കുന്നു VAR പോയിട്ട്. പക്ഷെ രണ്ട് തരത്തിലുള്ള ആർഗ്യുമെന്റ് അതിന് വരുന്നുണ്ട്. ഒന്ന്, ടച്ച് ഭയങ്കര സോഫ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ കോണ്ടെ ഓടിയെത്തുന്നുണ്ട് കവർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ലാസ്റ്റ് മാൻ ആയിട്ട് എങ്ങനെ അവിടെ സോർലോത്തിനെ പരിഗണിക്കും? സോർലോത്തിന് ഓൾമോസ്റ്റ് പാരലായിട്ട് തന്നെ അവിടെ കോണ്ടെ നിൽക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ആർഗ്യുമെന്റ്സും വരുന്നുണ്ട്. പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു കാലത്ത് കോൺട്രവേഴ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫറിങ്ങിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് കുറേ പറഞ്ഞിട്ടും കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതാണ് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ കോൺട്രവേഴ്സി നോക്കാനാണെങ്കിൽ ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. അവർ തൊടുമ്പോഴും കുനിയുമ്പോഴൊക്കെ ചങ്ങായി പെട്ടെന്ന് ഫൗൾ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേറൊരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൽമോന്റെ ഇൻസിഡന്റ് ആണ്, ഒരു പെനാൽറ്റി ഇൻസിഡന്റ്. ഇവിടെ സോർലോത്തിന് തൊട്ടപ്പോഴേക്കും അത് റെഡ് കാർഡ് കൊടുത്തു. പക്ഷെ ഓൽമോനെ ഇത് കാർഡ് കൊടുക്കാമെങ്കിൽ ഓൽമോന്റെ ഇൻസിഡന്റ് അവിടെ പെനാൽറ്റി കൊടുക്കായിരുന്നു. ഓൽമോനെ കോക്കെ പുഷ് ചെയ്ത ഇൻസിഡന്റ് അത് തീർച്ചയായിട്ടും പെനാൽറ്റി കൊടുക്കായിരുന്നു. പക്ഷെ അത് കൊടുത്തില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അത് റഫറിങ് പിക്കാലത്ത് ഇങ്ങനെയാണ്. VAR വന്നതിന് ശേഷം കുത്തനെ താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ കുറെ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് ജയിക്കായിരുന്നു. അതാണ്, നമുക്ക് ജയിക്കാൻ പറ്റുന്ന മാച്ചായിരുന്നു. സെക്കൻഡ് ഹാഫിൽ നമ്മൾ കുറച്ചുകൂടെ സെൻസിബിൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തണമായിരുന്നു. നമ്മളൊരു 60-ാം മിനിറ്റിലെങ്കിലും, അല്ലെങ്കിൽ ആ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിന് ഫ്രങ്കിനെ കൊണ്ടുവരണമായിരുന്നു. ഫ്രങ്കിനെ നേരത്തെ ഇറക്കിയ എന്താ പ്രശ്നം? ഫ്രങ്കി അല്ലേ വേൾഡിലെ അവൈലബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് മിഡ്ഫീൽഡറാണ്. ഫ്രങ്കിനെ നമുക്ക് കൊണ്ടുവരായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്തില്ല. നമ്മൾ ഗാവിനെ 81 മിനിറ്റ് വരെ കളിപ്പിച്ചു. ഒരു കാര്യമില്ലായിരുന്നു ആ പാവത്തിന് 81 മിനിറ്റ് വരെ ഗ്രൗണ്ടിൽ ഇടേണ്ട കാര്യം. ഓക്കെ, സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ ഗാവി കുറേ ഒന്നും കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഗാവിന് എത്രയോ നേരത്തെ പിൻവലിക്കായിരുന്നു. പിന്നെ കഷ്ടകാലത്തിന് അവിടെ റാഷ്ഫോർഡിനെ കൊടുത്തു. റാഷ്ഫോർഡൊന്നും ഒരു എഫേർട്ട് ഇടുന്നില്ല. റാഷ്ഫോർഡിൻ്റെ അടുത്തൊക്കെ ഇപ്പോൾ റാഷ്ഫോർഡൊക്കെ നിലത്ത് വീണ് കഴിഞ്ഞാൽ അവിടെ കിടക്കും. ഒരു 1-2 മിനിറ്റ് അവിടെ കിടക്കും. നമ്മുടെ ബാക്കിയുള്ള പ്ലേയേഴ്സൊക്കെ നിലത്ത്, ഫെർമിയൊക്കെ തലയെ കൂടെ ചോര ഒലിച്ചിട്ട് നിലത്ത് വീണ് കഴിഞ്ഞാൽ അവിടെ നിന്ന് എണീച്ച് ഓടുകയാണ് അടുത്ത ബോളിന് വേണ്ടിയിട്ട്. ആ കൂട്ടത്തിൻ്റെ ഇടയിലാണ് റാഷ്ഫോർഡ്. ഇവൻ്റെ കോൺട്രാക്റ്റ് ഒന്ന് ജന്മണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോരുത്. ഐ മീൻ ഇവനെ സൈൻ ചെയ്യരുത് പെർമനന്റ് ഡീലൊന്നും. ഇനി ലോണും വേണ്ട. ഇങ്ങനത്തെ ഒരു പ്ലെയറേ വേണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ വിചാരിച്ചു ഇന്നിപ്പം മലമറിക്കുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒരു കാര്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റാഷ്ഫോർഡ് വന്ന് നമ്മുടെ ഫൈനൽ തേർഡിൽ ഇന്റൻസിറ്റി കുറഞ്ഞ് അവിടെ തന്നെയാണ് നമ്മുടെ മാച്ച് പ്രധാനമായിട്ടും കൈവിട്ടു പോകുന്നത്. ആ റെഡ് കാർഡ് ഇൻസിഡന്റിന്റെ അപ്പുറം. ഓക്കെ, അവരൊന്നും പറഞ്ഞു വിടണം. ഇപ്പൊ തന്നെ പാക്ക് ചെയ്ത് വിടാൻ വേണ്ടി. ലീഗ് ഉറപ്പിച്ചല്ലോ, നാളെ തന്നെ ഓനെ മാഞ്ചസ്റ്ററിലേക്ക് കയറ്റി അയക്കുക വേണ്ടത്. അതാണ് ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത്. എനിവേ അങ്ങനത്തെ ഒരു പ്ലെയർ നമ്മൾ ടീമിൽ വേണ്ട. എഫേർട്ട് എടുക്കാൻ പറ്റുന്ന ആൾക്കാർ അക്കാഡമിയിൽ നിന്ന് വന്നോളൂ. 14 വയസ്സുള്ളവരാ, 15 വയസ്സുള്ളവരാ, 16 വയസ്സുള്ളവരാ, അവരാ നല്ലത്. പിന്നെ പറയുകയാണെങ്കിൽ ഫെറാൻ നന്നായിട്ട് കളിച്ചു. ചാൻസ് മിസ് ചെയ്തു, പക്ഷെ നന്നായിട്ട് കളിച്ചു. എനിക്ക് ഫെറാൻ്റെ ആ കളിയൊന്നും കണ്ടിട്ട് പിന്നെ കുറ്റം പറയാനും തോന്നുന്നില്ല. യമാൽ വളരെ നന്നായിട്ട് കളിച്ചു. പെഡ്രി ഡൗൺ ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ എല്ലാവരും ഡൗൺ ആയിരുന്നു. ഗാവി ഡൗൺ ആയിരുന്നു. ഫ്രങ്കി വന്നിട്ട് ഫ്രങ്കി കുറേ ഒന്നും ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഫ്രങ്കിനെ നേരത്തെ കൊണ്ടുവന്നിട്ട് ഫ്രങ്കിൻ്റെ പൊസിഷനിൽ പ്രോപ്പറായിട്ട് കളിപ്പിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ബെറ്റർ റിസൾട്ട് ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ലാസ്റ്റൊക്കെ എന്താ, ക്രോസ് ആൻഡ് ഇൻഷാ അല്ലാ 11 ഇറക്കി. പിന്നെ അറൗഹോനെ കൊണ്ടുവന്നു. അറൗഹോന് 11 സ്ട്രൈക്കർ പൊസിഷനിലിട്ട് ക്രോസ്. ആർക്ക് ക്രോസ്? നമ്മുടെ അറൗഹോ ലാസ്റ്റ് കിട്ടിയ ക്രൂഷ്യൽ ചാൻസ് മാനത്തേക്ക് കുത്തിവിട്ടു. അത് അത്ലറ്റിക്കോന്റെ ഡിഫൻഡറെ തലയെക്കുള്ളിലാണെങ്കിൽ പോലും അത്ര ഹൈറ്റിൽ പോകില്ലായിരുന്നു. ഇവനത് പറത്തി വിട്ടു. അപ്പൊ അങ്ങനെ നമ്മൾ തൊലച്ചു കളഞ്ഞൊരു മാച്ച്. എനിവേ അപ്രിസിയേഷൻ ടു സിമിയോണി ആൻഡ് ടീം. നമ്മൾ 20-ാം മിനിറ്റിൽ തന്നെ 2-2 മാച്ച് എത്തിച്ചിട്ടും 70 മിനിറ്റ് അവർ മാച്ചിൽ ഭംഗിയായിട്ട് ഒരു ഗോളും അടിച്ച് പിടിച്ചു വന്നു. ബാഴ്സലോണ പോലത്തെ ഒരു ടീമിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രഷർ അബ്സോർബ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമില്ല. പക്ഷെ അവരെന്ത് മനോഹരമായിട്ട് ചെയ്തു. ആ ടീം ഒരുപാട് ക്രെഡിറ്റ്സ് അർഹിക്കുന്നുണ്ട്. അവരുടെ ഫോർട്ടായിട്ടുള്ള മെട്രോപൊളിറ്റാനിൽ വെച്ചിട്ട് അവർ സെമി ഫൈനൽ ടിക്കറ്റ് നേടുകയാണ്. എനിക്കൊന്ന് കുറേ കാലത്തിന് ശേഷമാണ് അവർ മെട്രോപൊളിറ്റാനിൽ ഒരു UCL നോക്കൗട്ട് തോക്കുന്നത്. പക്ഷെ അവർക്ക് സെമി ഫൈനലിലേക്കുള്ള ടിക്കറ്റ് കിട്ടി. സോ അതാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ മാച്ചിനെ കുറിച്ച്, പെർഫോമൻസിനെ കുറിച്ച്? അപ്പോൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.